അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ ആവശ്യമുള്ള ഫോർമുലാസിലേക്ക് കിടക്കുകയാണ്. ആദ്യം തന്നെ ടേബിൾ ആണ്. നമുക്ക് ആവശ്യമുള്ള ഒരു ടേബിൾ ആണ്. ഈ ടേബിൾ അറിഞ്ഞിരിക്കൽ നിർബന്ധം. അതായത് റേഞ്ച് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈ റേഞ്ചിനെ നമുക്ക് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെടുത്ത പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ബ്രാഞ്ച്, പ്രിൻസിപ്പൽ ബ്രാഞ്ച് എന്നുള്ളത് ഈ റേഞ്ച് തന്നെയാണ്. അപ്പോൾ ഓരോന്നിനും കൊടുത്തിട്ടുള്ളതാ സൈൻ ഇൻവേഴ്സ്, അങ്ങനെ 6 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് അതിന്റെ ഡൊമൈൻ ആണ്. ദെൻ റേഞ്ച് ആണ്. ദെൻ സൈൻ ഇൻവേഴ്സിന്റെ ക്ലോസ്ഡ് -1 to 1, then അതിന്റെ റേഞ്ച് -π/2 to π/2. അഗൈൻ കോസ് ഇൻവേഴ്സിന്റെ ക്ലോസ്ഡ് ഇന്റർവെൽ -1 to 1, ക്ലോസ്ഡ് 0 to π ആണ് റേഞ്ച്. അതേപോലെ ടാൻ ഇൻവേഴ്സിന്റെ ഡൊമൈൻ എന്ന റിയൽ നമ്പർ ആണ്. അതിന്റെ റേഞ്ച് ആണ് ഓപ്പൺ ഇന്റർവെൽ -π/2 to π/2. അതായത് ഇതിനർത്ഥം മീനിങ് എന്ന് വെച്ചാല് ടാൻ π/2ലും ടാൻ -π/2ലും അതെന്തല്ല, ടാൻ അവിടെ എന്തല്ല, ഡിഫൈൻഡ് അല്ല. അതുകൊണ്ടാണ് ഇവിടെ ഓപ്പൺ ഇന്റർവെൽ കൊടുക്കുന്നത്. അത് ഇൻക്ലൂഡഡ് അല്ല എന്നുള്ള മീനിങ് ആണ്. അതേപോലെ കൊസീക് ഇൻവേഴ്സിന്റെ r -1 to 1, r ൽ നിന്ന് -1 ഉം 1 ഉം അതാണ് ഡൊമൈൻ. അതേപോലെ റേഞ്ചും -π/2 to π/2, then set to 0. അതായത് ഇതിന്റെ മീനിങ് എന്താ, ക്ലോസ്ഡ് ഇന്റർവെൽ -π/2 to π/2 ആണ്. r ഉണ്ടാവൂല, 0 ഉണ്ടാവൂല. കാരണം എന്താ, കൊസീക് 0 ഡിഫൈൻഡ് അല്ല, നോട്ട് ഡിഫൈൻഡ് ആണ്. അതേപോലെ തന്നെ സീക്ക് ഇൻവേഴ്സിന്റെതും ഡൊമൈൻ r -1 to 1 ആണ്. അതിന്റെ 0 to π set π/2. ഇതിന്റെ മീനിങ് എന്താ, സെറ്റ് π/2 എന്ന് പറഞ്ഞാല് നമുക്കറിയാം സീക്ക് π/2 പറഞ്ഞാൽ ഡിഫൈൻഡ് അല്ല, നോട്ട് ഡിഫൈൻഡ് ആണ്. അതുകൊണ്ടാണ് അത് മൈനസ് ചെയ്തത്. അഗൈൻ അതേപോലെ കോട്ട് ഇൻവേഴ്സിന്റേത് ഡൊമൈൻ റിയൽ നമ്പർ ആണ്. റേഞ്ച് 0 to π ആണ്. ഓപ്പൺ ഇന്റർവെൽ 0 to π ആണ്. ഇതാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഇത് മാത്രം ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ഇതാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഇനി ഇതിന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി, ഞാൻ ഇതിന് ഓരോ പ്രോപ്പർട്ടിക്ക് ഓരോ പേര് കൊടുത്തിരിക്കുന്നു. ഒന്നാമത്തെ പ്രോപ്പർട്ടി റെസിപ്രോക്കൽ പ്രോപ്പർട്ടിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു സൈനിന്റെ റെസിപ്രോക്കൽ ആണ് സൈനിന്റെ റെസിപ്രോക്കൽ ആണ് കൊസീക്ക്. അഗൈൻ കോസിന്റെ റെസിപ്രോക്കൽ ആണ് സീക്ക്. ടാനിന്റെ റെസിപ്രോക്കൽ ആണ് കോട്ട്. റെസിപ്രോക്കൽ നമ്മൾ മീനിങ് ചെയ്യാ 1/x എന്നല്ല. അങ്ങനെയാണ് സൈൻ ഇൻവേഴ്സ് 1/x ആരായിരിക്കും, സൈനിന്റെ റെസിപ്രോക്കൽ ആരാ, കൊസീക്ക്. അപ്പൊ കൊസീക്ക് ഇൻവേഴ്സ് x. അഗൈൻ അടുത്ത് പറ കോസ് ഇൻവേഴ്സ് 1/x. റെസിപ്രോക്കൽ ആണ് 1/x ആണ്. കോസ് ഇൻവേഴ്സിന്റെ റെസിപ്രോക്കൽ ആര്, സീക്ക് ഇൻവേഴ്സ് x. അതേപോലെ തന്നെ ടാനിന്റെ റെസിപ്രോക്കൽ, അതാ ടാൻ ഇൻവേഴ്സിന്റെ റെസിപ്രോക്കൽ ആരാണ്, കോട്ട് ഇൻവേഴ്സ് x. പഠിക്കാൻ വളരെ സിമ്പിൾ ആണല്ലോ. നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സൈനിന്റെ റെസിപ്രോക്കൽ കൊസീക്ക് ആണ്. റെസിപ്രോക്കൽ 1/x ആണെങ്കിൽ സൈൻ ഇൻവേഴ്സ് 1/x കൊസീക്ക് ഇൻവേഴ്സ് x. cos inverse 1/x is equal to sec inverse x. tan inverse 1/x is equal to cot inverse x. ഇതിന് ഒന്നാമത്തിന്റെ പ്രൂഫ് ഞാൻ പറയാൻ പോവാണ്. ഒന്ന് ഞാൻ പറയും, ബാക്കി രണ്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒന്നാമത്തിന്റെ മോഡൽ നമ്മൾ പ്രൂഫിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് വണ് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ലെറ്റ് y equal to cosec inverse x. y equal to cosec inverse x. നമുക്ക് അറിയുന്ന കാര്യമാണല്ലോ cosec ഇൻവേഴ്സ് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും, ഇൻവേഴ്സ് അല്ലാതാവും. അപ്പൊ ഈ കൊസീക് ഇൻവേഴ്സ് അപ്പുറത്ത് പോകുമ്പോൾ എന്തായി, കൊസീക് ആയി. ദെൻ കൊസീക് y എന്നെടുത്തൂടെ. അഗൈൻ ഈക്വൽ ഇവിടെ ആരായപ്പോ x ആയി. ഇനി ഞാൻ ചെയ്യാൻ പോവാണ് ടേക്കിംഗ് റെസിപ്രോക്കൽ. ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കാൻ പോവാണ്. അപ്പൊ റെസിപ്രോക്കൽ കാരണം എന്തായി, അപ്പൊ ടേക്കിംഗ് റെസിപ്രോക്കൽ അഗൈൻ റെസിപ്രോക്കൽ ദെൻ 1/cosec y എന്നാവുമല്ലോ. റെസിപ്രോക്കൽ ആവുമ്പോ ഈ എക്സിന്റെ റെസിപ്രോക്കൽ ആരാ, 1/x. എഗൈൻ നമുക്ക് ഉത്തരം അറിയാം, 1/cosec ആരാ, 1/cosec ആരാണ്, സൈൻ അല്ലേ. അപ്പൊ 1/cosec y എന്ന് പറഞ്ഞാൽ ആരായി, സൈൻ y ഈക്വൽ ടു ആര് എഴുതാം, 1/x എന്ന് എഴുതാം. വളരെ കറക്റ്റ് ആണ്. ഇനി അടുത്തത് ഇവിടെ ഈ സൈൻ ഈക്വൽ സൈൻ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും, ഇൻവേഴ്സ് ആവും. ഒരു കാര്യം ആദ്യം തന്നെ പറയാണ്, നമ്മൾ ഈക്വൽ സൈനിന്റെ അപ്പുറത്തേക്ക് ഫംഗ്ഷൻ പോകുമ്പോൾ അത് ഇൻവേഴ്സ് ആവും. ഇൻവേഴ്സ് ഫംഗ്ഷൻ അപ്പുറത്ത് പോകുമ്പോൾ ഇൻവേഴ്സ് അല്ലാതെ ആവും. അതൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ഇവിടെ സൈൻ പുറത്ത് പോകുമ്പോൾ എന്തായി, സൈൻ ഇൻവേഴ്സ് ആയി. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ പറ y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/x എന്നായി. ക്ലിയർ അല്ലേ. നമ്മൾ y ആയിട്ട് കൊടുത്തത് ആരായിരുന്നു, കൊസീക് ഇൻവേഴ്സ് x. അപ്പൊ ഈ y ന്റെ സ്ഥാനത്ത് ഞാൻ കൊടുക്കാൻ പോവാണ് കൊസീക് ഇൻവേഴ്സ് x ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/x. then ഇതല്ലേ നമ്മുടെ ഫസ്റ്റ് വൺ റിസൾട്ട് വരുന്നത്, സൈൻ ഇൻവേഴ്സ് 1/x ഈക്വൽ ടു കൊസീക് ഇൻവേഴ്സ് x. ഇതുപോലെ നിങ്ങൾക്ക് ഈ രണ്ടും ചെയ്യാം. അപ്പൊ ഇത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ലെറ്റ് കൊസീക് y ഈക്വൽ സീക് ഇൻവേഴ്സ് x കൊടുക്കുക, തിരിച്ച് ചെയ്യാം. അതേപോലെ തന്നെ ലെറ്റ് y ഈക്വൽ കോട്ട് ഇൻവേഴ്സ് x കൊടുക്കുക. അതേപോലെ ചെയ്താൽ ബാക്കി രണ്ടിന്റെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ഫോർമുലയിലേക്ക് കടക്കുകയാണ്. ഫോർമുലയ്ക്ക് ഞാൻ കൊടുത്തൊരു പേരാണ് നെഗറ്റീവ് പ്രോപ്പർട്ടി ഓഫ് സൈൻ ഇൻവേഴ്സ്, കൊസീക് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്.
നെഗറ്റീവ് പ്രോപ്പർട്ടി. അതായത് നമ്മുടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഉള്ളിലൊക്കെ നെഗറ്റീവ് വന്നാൽ എന്ത് ചെയ്യാം? ഫസ്റ്റ് വൺ സൈൻ ഇൻവേഴ്സിലും കൊസീക് ഇൻവേഴ്സിലും ടാൻ ഇൻവേഴ്സിലും നെഗറ്റീവ് വന്നാൽ അതിന്റെ മീനിങ് ഇതാ. വളരെ സിമ്പിൾ ആയി നമുക്ക് ഇത് പഠിക്കാൻ പറ്റും. കാരണം സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ആണ് എന്താ, ആ മൈനസ് പുറത്തേക്ക് എടുക്കുക, ബാക്കിയുള്ള സംഭവം അതുപോലെ ഇല്ല. അതേപോലെ തന്നെ കൊസീക് ഇൻവേഴ്സ് മൈനസ് എക്സ്, മൈനസ് പുറത്തേക്ക് എടുക്കുക, ബാക്കി കൊസീക് ഇൻവേഴ്സ് എക്സ്, അഗൈൻ ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സ് എന്നാ മൈനസ് ടാൻ ഇൻവേഴ്സ്. ഇത് പഠിക്കാൻ വളരെ എളുപ്പം. എങ്ങനെയാണ് പറഞ്ഞോളൂ. സൈൻ ഇൻവേഴ്സിന്റെയും സൈനിന്റെ റെസിപ്രോക്കൽ ആയ കൊസീക് ഇൻവേഴ്സും ടാൻ ഇൻവേഴ്സും ഈ മൂന്നെണ്ണത്തിന്റെയും ഉള്ളിൽ നെഗറ്റീവ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ആ നെഗറ്റീവിനെ ഔട്ട്സൈഡ് എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ബാക്കിയുള്ള അതുപോലെ ചെയ്താ പുറത്തേക്ക്, ബാക്കി അതേപോലെ ചെയ്താ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. അപ്പൊ ഇതിന്റെ പ്രൂഫിലേക്ക് കിടക്കണം. ഫസ്റ്റ് വണ്ണിന്റെ പ്രൂഫ് ഞാൻ പറയും, ബാക്കിയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഞാൻ എന്ത് ചെയ്യാണ്? y ലെറ്റ് y സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് കൊടുക്കുകയാണ്. ലെറ്റ് y സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് കൊടുത്ത് നമുക്ക് അറിയുന്ന കാര്യം ഇൻവേഴ്സ് ഈക്വൽ സൈൻ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഇൻവേഴ്സ് അല്ലാതാവും. അപ്പൊ സൈൻ ഇൻവേഴ്സ് ഈക്വൽ സൈൻ അപ്പുറത്ത് പോകുമ്പോൾ എന്തായി? സൈൻ ആയി. ഇവിടെ ആരുണ്ട്? y ഉണ്ട്. അപ്പൊ സൈൻ y ആയില്ലേ. അഗൈൻ ബാക്കി അവിടെ ആരാളുള്ളത്? മൈനസ് എക്സ് ആയി. ഇനി ഞാൻ ഒന്നും കൂടി ചെയ്യാൻ പോവാണ്. ഈ മൈനസും കൂടി ഇവിടെ കൊണ്ടുവരാൻ പോവാണ്. ഈ മൈനസ് ഇൻറ്റു ആണ്. ഈ മൈനസ് ഇൻറ്റു പുറത്ത് പോകുമ്പോ ഡിവൈഡ് ഇൻറ്റു ഡിവൈഡ് മൈനസ് എന്നാണ് ആവാറ്. അപ്പൊ ഇനി പല ആളുകളും ഇത് മൈനസ് ഈക്വൽ സൈൻ അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് അല്ല ആവാറ് സർ എന്ന് പറയാറുണ്ട്. അത് തെറ്റാണ്. മൾട്ടിപ്ലിക്കേഷൻ നെഗറ്റീവ് ആണ്. അപ്പൊ അത് പുറത്ത് പോകുമ്പോൾ സാധാരണ അതേപോലെ തന്നെ രണ്ട് ഈ എങ്ങനെ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. മൈനസ് സൈൻ y ഈക്വൽ ടു എക്സ് ഇങ്ങനെയാണല്ലോ. ക്ലിയർ അല്ലേ? ഇനി വേറൊരു കാര്യം, ഈ മൈനസ് സൈൻ വൈനെ എനിക്ക് ഇങ്ങനെ എഴുതി കൂടെ? സൈൻ മൈനസ് വൈ എന്ന് എഴുതി കൂടെ? ഇത് എങ്ങനെ എഴുതിയത് നോക്കാം. നമുക്ക് അറിയുന്ന കാര്യമാണ്. ഫസ്റ്റ് നമ്മൾ പഠിച്ചൊരു കാര്യം ഉണ്ടല്ലോ, സൈൻ മൈനസ് തീറ്റ ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ. ഈ ഒരു റിസൾട്ട് ആണ് ഇവിടെ അപ്ലൈ ചെയ്തത്. ഓക്കെ, അപ്പൊ സൈൻ മൈനസ് വൈ ഈക്വൽ ടു എക്സ് എന്നായി. ഇനി ഒന്നും കൂടി, ഈ മൈനസ് വൈ ഈ സൈൻ അപ്പുറത്ത് പോകുമ്പോൾ എന്തായി? സൈൻ അപ്പുറത്ത് പോകുമ്പോൾ എന്തായി? പറഞ്ഞോളൂ. സൈൻ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? സൈൻ ഇൻവേഴ്സ് ആയി. അപ്പൊ അതൊന്നും കൂടി സൈൻ ഇൻവേഴ്സ് എക്സ് എന്നായാലോ. ക്ലിയർ അല്ലേ? അഗൈൻ ഒന്നും കൂടി ഞാൻ ചെയ്യാൻ പോകണം. ഒന്നും കൂടി നോക്കാം. ഈ മൈനസ് അപ്പുറത്ത് കൊണ്ടുപോവാ. മൈനസ് അപ്പുറത്ത് കൊടുത്ത് അപ്പൊ ഇത് ബാക്കി ഞാൻ ഇവിടെ എഴുതാൻ പോകണം. നോക്കാം. y ഈക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്. നമ്മൾ y എന്ന് കൊടുത്തത് ആരായിരുന്നു? സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ്. അപ്പൊ അത് അതേപോലെ അപ്ലൈ ചെയ്യാൻ പോകും. സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്. ഇതല്ലേ നമ്മുടെ റിസൾട്ട്? നോക്കൂ അല്ലേ? ഓരോ സ്റ്റെപ്പ് നോക്കുക. സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്. ഇതുപോലെ നമുക്ക് കൊസീക് ഇൻവേഴ്സ് മൈനസ് എക്സിന്റെയും ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സും ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ? അപ്പൊ ഇതിൽ ഇതിന് y എന്ന് കൊടുക്കുക. കൊസീക് ഇൻവേഴ്സ് മൈനസ് എക്സ് y. ഓക്കെ, ഇതൊക്കെ അതേപോലെ തന്നെ. അതേപോലെ തന്നെ ഇവിടെ ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സിൽ y കൊടുക്കുക. ബാക്കി അതുപോലെ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കണം. നോട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ നെഗറ്റീവ് പ്രോപ്പർട്ടി കോസിലും സീക്കിലും കോട്ടിലും ഉണ്ട്. എന്താണ് ഇത്? പഠിക്കാൻ വളരെ എളുപ്പമാണ്. കോസിന്റെ റെസിപ്രോക്കൽ അല്ലേ സീക്ക്. അഗൈൻ ബാലൻസിന് ആരാളുള്ളത്? കോട്ടാണ്. അങ്ങനെ ആണെങ്കിൽ നോക്കുക, ഇതിന്റെ ഒക്കെ ഉള്ളിൽ മൂന്നെണ്ണത്തിന്റെ അകത്ത് നെഗറ്റീവ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പൈ മൈനസ് നെഗറ്റീവ് അല്ലാത്ത ഭാഗം എഴുതുക. അത്രയുള്ള സംഭവം. അപ്പൊ കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്, സീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽ ടു പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ്, അഗൈൻ ലാസ്റ്റ് കോട്ട് ഇൻവേഴ്സ് മൈനസ് എക്സ്. ഓക്കെ, ഇവിടെ പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്നതല്ലേ? ബൈ ഹാർട്ട് ആക്കേണ്ടതൊന്നും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് കൺസെപ്റ്റ് റെഡിയാണ്. ഇനി പ്രൂഫിലേക്ക് കടക്കുകയാണെ. അപ്പൊ നോക്കുക, പ്രൂഫ് ഫസ്റ്റ് വണ്ണിന്റെ പ്രൂഫാണ് ഞാൻ പറയാൻ പോകുന്നത്. നോക്കാം. ലെറ്റ് y ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ്. ഓക്കെ, കോസ് ഇൻവേഴ്സ് ഈക്വൽ സൈൻ പുറത്ത് പോകുമ്പോൾ എന്താകും? കോസ് അല്ല, ഇൻവേഴ്സ് അല്ലാതാവും. അപ്പൊ ആരായി? കോസ് y. ഇവിടെ ആരുണ്ട്? y ഉണ്ടായിരുന്നു. അപ്പൊ അത് ബാലൻസ് ആര്? മൈനസ് എക്സ്. അഗൈൻ ഈ മൈനസിനെ ഇവിടെ എഴുതിയാൽ പ്രശ്നമില്ലല്ലോ. മൈനസ് കോസ് y എന്ന് എഴുതി കൂടെ? അപ്പോൾ എന്തായി? എക്സ്. മൈനസ് കോസ് y ഈക്വൽ ടു എക്സ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഇതിന്റെ കൺസെപ്റ്റ് എങ്ങനെ ആയി എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യാം? മൈനസ് കോസ് വൈനെ എനിക്ക് എന്ത് ചെയ്യാം? കോസ് പൈ മൈനസ് വൈ എന്ന് എഴുതാം. ഇത് എങ്ങനെയാണ്? ഇത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചു. റിസൾട്ട് ഏതായിരുന്നു? റിസൾട്ട് കോസ് പൈ മൈനസ് തീറ്റ ഈക്വൽ ടു മൈനസ് കോസ് തീറ്റ. അങ്ങനെ ഒരു റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ബേസ് ചെയ്തിട്ടാണ് എഴുതിയത്. ഇനി നമ്മൾ മുമ്പ് പറഞ്ഞ അതേപോലെ തന്നെ ഈ കോസിനെ അപ്പുറത്ത് കൊണ്ടുപോവാണ്. അപ്പൊ എന്തുവാകും? കോസ് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഈക്വൽ സൈൻ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഇൻവേഴ്സ് ആവും. അപ്പൊ കോസ് ഇൻവേഴ്സ് എക്സ് എന്നായി. ക്ലിയർ അല്ലേ? ഇനി ഒന്നും കൂടി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ മൈനസ് വൈ അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് വൈ ആയി. പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് പുറത്ത് പോകുമ്പോൾ ആരായി? മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. അപ്പൊ എന്താ?
പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു വൈ. ക്ലിയർ അല്ലേ? നമ്മൾ y ആയി കൊടുത്തത് ആരാണ്? കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം പറഞ്ഞോളൂ. പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ്. ഇതല്ലേ നമ്മുടെ ഒന്നാമത്തെ ഫോർമുല. ഓക്കെ, ഇതെല്ലാം ഒന്നാമത്തെ ഫോർമുല. അപ്പോ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബാക്കി രണ്ടെണ്ണത്തിന്റെ പ്രൂഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ, ഞാൻ നോട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മള് 3 പ്രോപ്പർട്ടി പഠിച്ചു കഴിഞ്ഞു. ഇനി 4ാമത്തെ പ്രോപ്പർട്ടിയാണ്. പഠിക്കാൻ വളരെ സിമ്പിൾ. നിങ്ങൾ ഇത് മാത്രം, ഇതിന്റെ ഈ ക്യാപ്ഷൻ മാത്രം പഠിച്ചാൽ മതി. ഏതാ? ഫംഗ്ഷൻ പ്ലസ് കോ ഫംഗ്ഷൻ ഈക്വൽ ടു ആരാ? പൈ ബൈ 2. നമുക്കൊക്കെ അറിയാം ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ അതിന്റെ കോ ഫംഗ്ഷൻ അറിയാം, നമുക്ക് പറഞ്ഞതല്ലേ. അപ്പൊ ഫംഗ്ഷൻ പ്ലസ് കോ ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു പൈ ബൈ 2. വളരെ സിമ്പിൾ ആണ്. സൈൻ ഇൻവേഴ്സിന്റെ കോ ഫംഗ്ഷൻ ആരാ? പറയൂ, എന്താണ് സൈൻ ഇൻവേഴ്സിന്റെ കോ ഫംഗ്ഷൻ? അതിന് മുമ്പ് കോട്ട് കൊടുക്കുക, കോസ് ഇൻവേഴ്സ് എക്സ്. അപ്പൊ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2. അഗൈൻ സീക്ക് ഇൻവേഴ്സ് എക്സിന്റെ കോ ഫംഗ്ഷൻ ആരാ? കോസീക് ഇൻവേഴ്സ് എക്സ് ആണ്. അത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ ഈക്വൽ ടു പൈ ബൈ 2. അഗൈൻ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2. അപ്പോ ഈ 3 റിസൾട്ട് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഫംഗ്ഷൻ പ്ലസ് കോ ഫംഗ്ഷൻ ഈക്വൽ ടു പൈ ബൈ 2. അത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഫസ്റ്റ് വണ്ണിന്റെ പ്രൂഫ്. അപ്പൊ പ്രൂഫ് ഇതാ. ബാക്കി രണ്ടെണ്ണം ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ലെറ്റ് y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. പ്രശ്നം ഉണ്ടോ? ലെറ്റ് y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് കൊടുത്ത്, ഇനി നമ്മൾ മുമ്പ് പറഞ്ഞ അതേപോലെ തന്നെ സൈൻ ഇൻവേഴ്സ് പുറത്ത് പോകുമ്പോൾ എന്താവും? ഇൻവേഴ്സ് അല്ലാതാവും. അപ്പൊ സൈൻ y ഈക്വൽ ടു എന്തെന്ന് പറയാം? പറഞ്ഞോളൂ, എക്സ് എന്നതിൽ കൂടെ സൈൻ y ഈക്വൽ ടു എക്സ് എന്ന് എഴുതാവുന്നതല്ലേ. ഇനി അടുത്തത് ഈ സൈൻ yനെ ഞാനൊരു വേറെ രൂപത്തിലേക്ക് എഴുതാൻ പോവാണ്. പറ്റുമോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ പറയാം. കോസ് പൈ ബൈ 2 മൈനസ് വൈ ഈക്വൽ ടു എക്സ്. സൈൻ വൈനെ ഞാൻ കോസ് പൈ ബൈ 2 മൈനസ് വൈ എഴുതി. പ്രശ്നം ഉണ്ടോ? നമുക്കറിയാം എന്ത് ഉപയോഗിച്ചാണ്? ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ച റിസൾട്ട് ആണ്. കോസ് പൈ ബൈ 2 മൈനസ് തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ. അങ്ങനെ ഒരു റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ബേസ് ചെയ്താണ് നമ്മൾ ചെയ്തത്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ഈ കോസ് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? കോസ് ഇൻവേഴ്സ് ആവും. അപ്പൊ ചെയ്യാൻ നോക്കുക. പൈ ബൈ 2 മൈനസ് വൈ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ്. അവിടെ ബാലൻസ് ആരുണ്ട്? എക്സ് ഉണ്ട്. ക്ലിയർ അല്ലേ? ഇനി ഒന്നും കൂടി ഈ മൈനസ് വൈ അപ്പുറത്ത് കൊണ്ടേ, അപ്പൊ ഇവിടെ പൈ ബൈ 2 ഈക്വൽ ടു മൈനസ് വൈ അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് വൈ. അപ്പൊ പ്ലസ് വൈ ബാലൻസ് ഇവിടെ ആരാണുള്ളത്? കോസ് ഇൻവേഴ്സ് എക്സ്. നമ്മൾ y ആയി കൊടുത്തത് ആരാണ്? സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ ചെയ്യുമ്പോൾ പറയാം സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എന്ത്? പൈ ബൈ 2. ഇതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ, ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യാം? പെട്ടെന്ന് എന്ത് ചെയ്യാം? നോട്ട് ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ഉള്ള ഈ രണ്ടെണ്ണം എന്ത് ചെയ്യാം? ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോ 5ാമത്തെ പ്രോപ്പർട്ടിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈ ചാപ്റ്ററിലെ ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ 2 റിസൾട്ട് പഠിച്ചാൽ നമുക്ക് കിട്ടും. ഏതാണ് ആ 2 റിസൾട്ട്? എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ പബ്ലിക്കിനും ചോദിച്ചത് ഇത് ബേസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. tan inverse x plus tan inverse y equal to tan inverse of x plus y by 1 minus xy. ഇതിന്റെ കണ്ടീഷൻ ആണ് xy എന്തായിരിക്കണം? less than 1 ആയിരിക്കണം. Then next one, tan inverse x minus tan inverse y equal to tan inverse of x minus y by 1 plus xy. കണ്ടീഷൻ എന്താ? xy greater than -1 ആയിരിക്കണം. ഇത് ഓൾമോസ്റ്റ് നമുക്ക് ഇത് xy ഇതൊക്കെ കണ്ടീഷൻ അപ്ലൈ ഉള്ളത് മാത്രമേ നമുക്ക് പ്രോബ്ലം തരാറുള്ളൂ. എന്നാൽ പോലും നമ്മൾ ഫോർമുല പഠിക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക എന്ന് മാത്രം. അപ്പൊ ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ്. മക്കൾ എന്തായാലും ഇത് പഠിച്ചേക്കണം. ചെങ്ങായിമാരെ ഒക്കെ ഇത് എന്ത് ചെയ്യണം? നോക്കി വെച്ച് പോവുക. എക്സാമിന് ഷുവർ ആണ്. 1ാമത്തെ പ്രൂഫിലേക്ക് നമുക്ക് കടക്കാം. പ്രൂഫ് നോക്കുക. ഫസ്റ്റ് വൺ ഞാൻ എന്ത് ചെയ്യാൻ പോകണം? തീറ്റ എന്നുള്ളതിനെ ഞാൻ ടാൻ ഇൻവേഴ്സ് എക്സ് ആയിട്ട് കൊടുക്കുക. ടാൻ ഇൻവേഴ്സ് എക്സിന് തീറ്റ ആയിട്ട് കൊടുക്കുക. അങ്ങനെയാണ് നെക്സ്റ്റ് വണ്ണ് ടാൻ ഇൻവേഴ്സ് വൈനെ ഫൈ ആയിട്ട് ഞാൻ ടാൻ ഇൻവേഴ്സ് വൈ കൊടുത്തു. ഓക്കെ, ഇനി വേറെ ഒന്നും കൂടി നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച റിസൾട്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ പോണേ. ടാൻ തീറ്റ പ്ലസ് ഫൈ. ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ച റിസൾട്ട് ഉണ്ട്. ടാൻ എക്സ് പ്ലസ് വൈ എന്തായിരുന്നു? ടാൻ എക്സ് പ്ലസ് ടാൻ വൈ divided by 1 minus tan x into tan y. ഈ റിസൾട്ട് ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ച റിസൾട്ട് ആണ്. ഓക്കേ, അത് ബേസ് ചെയ്തിട്ട് tan തീറ്റ പ്ലസ് tan phi എന്തായിരിക്കും നമുക്ക് പറയാലോ. tan തീറ്റ പ്ലസ് tan
phi divided by 1 minus tan theta tan phi. Correct അല്ലേ? Okay. ഇനി ഇത് തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എന്തായിരിക്കും? എക്സ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. ഇവിടെ അതേപോലെ തന്നെ ഫൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈ ആണെങ്കിൽ വൈ ഈക്വൽ ടു എന്തായിരിക്കും? ടാൻ ഫൈ ആയിരിക്കും. ഈ ക്വസ്റ്റ്യനിൽ ടാൻ തീറ്റ കാണുന്നുണ്ടല്ലോ. ടാൻ തീറ്റയിലോട്ട് എക്സ് കൊടുക്കുക, ടാൻ ഫൈയിലോട്ട് വൈ കൊടുക്കുക. അപ്പൊ എന്തായി പറഞ്ഞോളൂ? എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ. ഓക്കെ അല്ലേ? ഇപ്പുറത്ത് ആരുണ്ട്? ടാൻ തീറ്റ പ്ലസ് ഫൈ ഉണ്ട്. ഇപ്പുറത്തുള്ള ആ ടാനെ ഞാൻ അപ്പുറത്ത് കൊണ്ടുപോയി. അപ്പൊ എന്താവും? ടാൻ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഫൈ എന്താവും? പറഞ്ഞോളൂ. ടാൻ ഇൻവേഴ്സ് ആവും. അപ്പൊ ടാൻ ഇൻവേഴ്സ് ഓഫ് പറഞ്ഞോളൂ. ടാൻ ഇൻവേഴ്സ് ഓഫ് അപ്പുറത്ത് ആരുണ്ട്? എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ. എന്തായാലും തീറ്റ നമ്മൾ തീറ്റ കൊടുത്തതാരാ? ടാൻ ഇൻവേഴ്സ് എക്സ്. എന്തായാലും ഫൈ ടാൻ ഇൻവേഴ്സ് വൈ. അത് നേരെ അപ്ലൈ ചെയ്യാം. അപ്പൊ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് y equal to tan inverse of x plus y by 1 minus xy. Clear? അപ്പോൾ ഇത്രയുള്ള പ്രൂഫ്. ഇതുപോലെ തന്നെ സെക്കൻഡ് വൺ. അവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട റിസൾട്ട് ഏതായിരിക്കും? tan x minus y. എന്താ tan x minus y? ഈ പ്ലസ് ഉള്ളടത്ത് മൈനസ്, ഈ മൈനസ് ഉള്ളടത്ത് പ്ലസ്. ഓക്കെ, ക്ലിയർ അല്ലേ? നോട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അടുത്ത പ്രോപ്പർട്ടി 6 അതിന് ഞാൻ കൊടുത്ത പേരാണ് ദി ട്രയാങ്കിൾ ഓഫ് 2 tan inverse which is equal to 2 theta. അതായത് 2 tan inverse x ന് 3 റിസൾട്ട് അവൈലബിൾ ആണ്. സൈനില്, കോസില്, ടാനില്. വളരെ എളുപ്പത്തിൽ പഠിക്കാം. 2 tan inverse x is equal to സൈനിലാണെങ്കിൽ 2x by 1 plus x square, cos ഇൻവേഴ്സിലാണെങ്കിൽ 1 minus x square by 1 plus x square, then tan inverse 2x by 1 minus x square. ഇത് എന്തുകൊണ്ടാണ് ട്രയാങ്കിൾ ഓഫ് 2 tan inverse x എന്ന് ഞാൻ പറയാൻ കാരണം? നോക്കുക, ഈ ട്രയാങ്കിൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് പഠിക്കാവുന്നതാണ്. പറയാം. ഈ ട്രയാങ്കിൾ ആണ് 2 tan inverse x. അതായത് ഈ 2 തീറ്റ എന്നുള്ളത് ആരാണ്? 2 tan inverse x ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് 2 തീറ്റ ഈക്വൽ ടു 2 tan inverse x നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് സൈനിന്റെ റിസൾട്ട് എന്താ? സൈൻ എന്താ പറഞ്ഞോളൂ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് അല്ലേ? അപ്പൊ പറയും സൈൻ ഇൻവേഴ്സ് 2x by 1 plus x square. ഇത്രയായല്ലോ. ഇനി കോസ് പറയും. എന്താ കോസ് എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പൊ പറ 1 minus x square by 1 plus x square. കറക്റ്റ് അല്ലേ? ഇതല്ലേ വന്നത്. then അടുത്ത പറ ടാനിൽ എന്താ? ടാൻ ഇൻവേഴ്സ്. ടാൻ എന്തായിരുന്നു? പറ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. ഇപ്പൊ 2x by 1 minus x square. അപ്പൊ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും. ഓക്കെ, പെട്ടെന്ന് തന്നെ പഠിക്കുക. ഓർത്ത് വെക്കുക, 2 tan inverse x ന് 3 റിസൾട്ട് അവൈലബിൾ. സൈനിലുണ്ട്, കോസിലുണ്ട്, ടാനിലുണ്ട്. ഇവ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ ട്രയാങ്കിൾ ഒന്ന് ഓർത്ത് വെച്ചാലും മതി. ക്ലിയർ അല്ലേ? ഈ പ്രൂഫിലേക്ക് കടക്കാണ്. ഒന്നാമത്തെ പ്രൂഫ് ഞാൻ ചെയ്യും, ബാക്കിയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഒരേ മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, എന്നാ ഫസ്റ്റ് വൺ ഞാൻ ചെയ്യാൻ പോണ ലെറ്റ് y equal to tan inverse x. Let y equal to tan inverse x. ഓക്കെ, ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? x ന് ഒരു ആൻസർ കണ്ടെത്തി കൂടെ. പറ x ന് ആൻസർ എന്താ? ഈ tan inverse x പുറത്തു പോകുമ്പോൾ ആരായി? tan y. tan y equal to x. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ ഇതിന്റെ റൈറ്റ് സൈഡ് sin inverse x. ഈ നമുക്ക് ഇതിന് പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഇത് sin inverse 2x by 1 plus x square തുടങ്ങിയിട്ട് 2 tan inverse x ലേക്ക് എത്തിയാലും മതിയല്ലോ. ഒന്നുകിൽ x is equal to r just പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിമാ തുടങ്ങിയിട്ട് ഇതിലേക്ക് എത്തുക, എന്തും ചെയ്യാലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? sin inverse 2x by 1 plus x square അതിൽ നിന്ന് ഞാൻ തുടങ്ങാൻ പോവാണ്. കൺസിഡർ sin inverse 2x by 1 plus x square. ഓക്കെ, ഐഡിയ ക്ലിയർ അല്ലേ? നമ്മളിവിടെ x is equal to ആരാ? tan y അല്ലേ? അപ്പൊ x ന്റെ സ്ഥാനത്ത് tan y കൊടുക്കാൻ പോകും. പറ sin y equal to 2 tan y by 1 plus tan square y. ക്ലിയർ അല്ലേ? ഇനി ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ച റിസൾട്ട് ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു റിസൾട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പറഞ്ഞോളൂ. sin 2 theta equal to 2 tan theta divided by 1 plus tan square theta. ഐഡിയ ക്ലിയർ ആണോ? അങ്ങനെ റിസൾട്ട് പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇയറിൽ. ഓക്കെ, ഇത് 2 tan y by 1 plus tan square y ആരാവും? sin 2y. അപ്പോൾ പറ sin inverse sin 2y. ഓക്കെ, ഈ ഒരു കാര്യം, ഒരു റിസൾട്ട് അടുത്ത പ്രോപ്പർട്ടിയാണ്. ഇൻവേഴ്സ് ഉള്ള ഫംഗ്ഷനും അതേ ഫംഗ്ഷൻ ഇൻവേഴ്സ് ഇല്ലാതെയും വന്ന ഇത്
നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. കട്ട് കട്ട്. ഓക്കെ, നല്ല സുഖല്ലേ? സൈൻ ഇൻവേഴ്സും സൈനും കട്ട് ചെയ്ത് ക്ലിയർ അല്ലേ? ഒരേ ഫംഗ്ഷൻ ഇൻവേഴ്സ് ഉള്ളതും അല്ലാത്തതും നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. ബാക്കി ഇവിടെ ബാലൻസ് ആണ് 2y. ഓക്കെ അല്ലേ? 2y അല്ലേ? then 2 നമ്മൾ y എന്നാണ് ഈക്വൽ ടു tan ഇൻവേഴ്സ് x. അപ്പൊ നോക്കൂ, നമ്മൾ ഉത്തരായില്ലേ? ഞാൻ sin ഇൻവേഴ്സ് 2x by 1 plus x square തുടങ്ങി 2 tan ഇൻവേഴ്സ് x ലേക്ക് എത്തിയില്ലേ? ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? x y equal tan ഇൻവേഴ്സ് x, tan y equal x തന്നെ. ഇത് തുടങ്ങ cos ഇൻവേഴ്സ് 1 minus x square എന്ന് കൊടുത്ത് 1 minus tan square by 1 plus tan square കൊടുത്ത് ഉത്തരം കിട്ടും. അപ്പോൾ ആരായി? cos 2 തീറ്റയുടെ റിസൾട്ട് ആണ്. അത് കട്ട് ചെയ്യാം, ഉത്തരം അതേപോലെ തന്നെ ഇതും ചെയ്യാം. അപ്പൊ നോട്ട് ചെയ്ത് വെച്ചോളൂ. എന്നിട്ട് ഈ രണ്ടെണ്ണം നിങ്ങൾ എന്ത് ചെയ്യാം, ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോ നമ്മൾ ലാസ്റ്റ് ഫോർമുലയിലേക്ക് എത്തുകയാണ്. വളരെ എളുപ്പമായിട്ട് ഇത് പഠിക്കാവുന്നതാണ്. നോക്കുക, സൈൻ ഇൻവേഴ്സ് സൈൻ കട്ട് ചെയ്യുക, ബാക്കി എക്സ്. then cos ഇൻവേഴ്സ് cos ഇൻവേഴ്സും കോസും കട്ട് ചെയ്യുക, എക്സ്. അതുപോലെ tan ഇൻവേഴ്സ്. ഈ മൂന്നെണ്ണം പഠിച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഇതിന് മൂന്നെണ്ണം അറിയാം. ഇതിന്റെ റെസിപ്രോക്കൽ ഇതുപോലെ തന്നെ, അതായത് cosec ഇൻവേഴ്സ് cosec x എന്നാലും x തന്നെ. ഓക്കെ, ഇതിനൊരു കണ്ടീഷൻ ഉണ്ട്. എപ്പോഴാണ് നമുക്ക് ഇത് രണ്ടും കട്ട് ചെയ്യാൻ പറ്റുക? സൈൻ ഇൻവേഴ്സും സൈനും കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ x എന്തായിരിക്കണം? നമ്മുടെ റേഞ്ചിന്റെ നമ്മൾ നേരത്തെ ഫസ്റ്റ് ടേബിൾ പറഞ്ഞല്ലോ, ആ ടേബിളിൽ പ്രിൻസിപ്പൽ ബ്രാഞ്ച് എന്ന് പറഞ്ഞില്ലേ, റേഞ്ച് അതിനുള്ളിലായിരിക്കണം. -π/2ന്റെയും π/2ന്റെയും ഇടയിലായിരിക്കണം നമ്മുടെ x. എന്നാൽ മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഇതിലും ഈ കോസിൻ കോസും കട്ട് ചെയ്യാം. എപ്പോ? അത് 0 to π ക്രോസ് ഇന്റർവെൽ ആയിരിക്കണം. അതുപോലെ തന്നെ tan ഇൻവേഴ്സും ടാനും കട്ട് ചെയ്യാം. x ഉത്തരം കിട്ടും എപ്പോഴും ഓപ്പൺ ഇന്റർവെൽ -π/2 to π/2 ആയിരിക്കും. ഇതുപോലെ തിരിച്ചു വന്നാലോ? ഇതിപ്പോ സൈൻ ഇൻവേഴ്സ് സൈൻ ആയിരുന്നു. ഈ സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് ആണെങ്കിൽ ഉത്തരം തന്നെ x തന്നെയാണ്. കട്ട് ചെയ്യാം. ആ x എന്തായിരിക്കണം? നമ്മുടെ ഡൊമെയിന്റെ ഉള്ളിലായിരിക്കണം. അതേപോലെ cos ഓഫ് cos ഇൻവേഴ്സ് x ഉം tan ഓഫ് tan ഇൻവേഴ്സ് x ഉം. ഓക്കെ, ക്ലിയർ അല്ലേ? കാര്യമായിട്ട് ഓർക്കാനൊന്നുമില്ല, കാരണം ഒരേ ഫംഗ്ഷൻ ഇൻവേഴ്സ് ഉള്ളതും ഇൻവേഴ്സ് ഇല്ലാത്തതും വന്നാൽ രണ്ടും കട്ട് ചെയ്യും, ബാക്കിയുള്ളത് എഴുതും. പിന്നെ കാര്യം നിങ്ങൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഈ x എന്തായിരിക്കണം? നമ്മുടെ പ്രിൻസിപ്പൽ ബ്രാഞ്ചിന്റെ ഇടയിലായിരിക്കും. അത്രയുള്ള സംഭവം. ഓക്കെ, ഇപ്പൊ നോട്ട് ചെയ്ത് വെച്ചോ.